ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ചൂസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ചിക്കൻ കറി വെക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ചിക്കൻ കറിയിലായാലും ബീഫിലായാലും ഇടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ കറിക്കൊക്കെ കിട്ടും. നമ്മൾ മീൻ കറിയിൽ മാത്രമല്ല, അല്ലാതെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഉലുവ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ എല്ലാം നന്നായൊന്ന് പൊട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വരാനുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ സവാള ഇട്ട് കൊടുക്കാവേ. സവാള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. അപ്പം പെട്ടെന്നൊന്ന് നമുക്ക് വാടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സവാളയിലേക്ക് തന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ കുറച്ചൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യമായ തക്കാളിയില്ലേ, നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ കൂട്ടത്തിൽ ഇഞ്ചി കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കേനെ. അപ്പോഴേ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നന്നായിട്ട് ഉള്ളിയെല്ലാം വഴണ്ടിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. പലരും പല രീതിക്ക് ഉണ്ടാക്കും. പക്ഷെ എനിക്കിഷ്ടപ്പെടുന്ന രീതിക്കൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ ഒരു രീതിക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതിനി കുറച്ച് നേരം ഒന്ന് ആവിയിലൊന്ന് വേവാനായിട്ടൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് ആവിയിലൊന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് കുറച്ച് എരി കൂടുതലുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ എരി കുറവാണെങ്കിൽ ആ ഒരു അളവിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് നന്നായി ചതച്ചതും ചതയ്ക്കാത്തതും മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യമായി നമുക്ക് കുറച്ച് ഗരം മസാല പൊടിയോട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയുടെ ഒന്ന് ചേർത്തിട്ട് കുറച്ചൊന്ന് ആവിയേറ്റാൻ വീണ്ടും ഒന്ന് വെക്കാവേ. അതിനുശേഷം മാത്രമേ ഞാനിത് ഇളക്കി കൊടുക്കത്തുള്ളൂ. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നതിന് വേണ്ടിയാണ്. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയെല്ലാം എല്ലാ ഭാഗത്തും നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേകാൻ വെക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളമെല്ലാം ഒഴിച്ച്, കാരണം ഇതൊന്ന് വെന്ത് കുറച്ച് ചാറൊന്ന് വറ്റാനുണ്ട്. അതിനാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചത്. ഇനി നമുക്ക് അടച്ചു വെച്ച് നമുക്ക് നല്ല ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകിയിട്ട്, ഇതിപ്പം ചപ്പാത്തി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഗ്രേവി വെച്ചത്. കണ്ടോ,
അപ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലിയിലയുടെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയുടെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.